ഹലോ, അപ്പൊ നമ്മളെ ഉണ്ണി ഓണം സെലിബ്രേഷൻ കോളേജിലേക്ക് പോവാണ്. ഫസ്റ്റ് ഡേ. സാരി ഇതൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കട്ടെ. ബ്ലൗസ് പുതിയ മോഡല് നമ്മള് ചുട്ടതാണ്. ചുട്ട ആൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. എനിക്ക് ഈ സാരി എനിക്ക് തന്നത് നമ്മളുടെ റീസെയിൽ കോച്ചിലെ ഗോപിക ചേച്ചിയാണ്. അവര് ന്യൂ പേജ് തുടങ്ങിയിട്ട് സാരീസിന്റെ സാരീസും ദാവണീസും സെയിൽസ് മാത്രം. അപ്പൊ മന്ദാര എന്നാണ് പേജിന്റെ പേര്. ആൻഡ് ഇത് അവിടെ നിന്ന് തന്ന സാരിയാണ്. അപ്പൊ നമ്മളുടെ മറ്റേ ഇഫാന്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ സാരി ഡ്രേപ്പ് ചെയ്തത് നമ്മളുടെ ഇഫ മേക്കോവർ സ്റ്റുഡിയോയിലെ സീനത്ത് ആന്റിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആന്റി ഒന്ന് പെട്ടെന്ന് കൊടുത്തു തന്നായിരുന്നു കേട്ടോ. അപ്പൊ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആന്റിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം കേട്ടോ. സോ സുന്ദരിയായിട്ടുണ്ട്. എന്തായാലും നേരം വിളിക്കുമ്പോഴേക്ക് വന്ന് ആളിനെ ഉണർത്തിയിട്ടാണ് ഉടുത്തു കൊടുത്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സുന്ദരിയായിട്ട് വേഗം പോയിട്ട് അച്ഛൻ വന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് കിട്ടുമേ പൊക്കോ, ഇനി വിട്ടിട്ട് പോകും. ഇതാണ് ഉണ്ണിയുടെ ഓണം കോളേജിലെ ഓക്കെ ഓണം ലുക്ക് കേട്ടോ. ഇതിപ്പോ എത്രാമത്തെ ലുക്കാ ഇനിയുണ്ട്. അപ്പൊ എന്തായാലും ചേട്ട പോയിട്ട് വാ. ഞാനത് അച്ചു വന്നിട്ടുണ്ട് കേട്ടാ. അച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേട്ടാ പോയിട്ട് വാ. ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പോ റാം വാക്കാണ് പൊളിക്കട നമ്മള് 9 മണിക്ക് 11 മണിക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ കെയർ ചെയ്യാം. ഇപ്പൊ പണ്ടൊക്കെ നമ്മള് ഹെയർ കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരെ എന്തായിരിക്കും? താലി. എന്റെ മനസ്സിലേക്ക് താലിയാണ് വരിക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അമ്മമാരും ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് തന്നതും നമുക്ക് തേച്ച് തന്നതും അതേപോലെ അവര് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളുടെ അമ്മമാരുടെയൊക്കെ മുടി നമ്മളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു സെയിം ഏജിൽ കേട്ടോ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവർക്കായിരിക്കുമല്ലോ കൂടുതൽ ഹെയർ. കാരണം അവരുടെ ഒരു ഹെയർ കെയർ ആയിട്ട് പണ്ട് മിക്ക ആൾക്കാരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് താളിയായിരുന്നു. ഞാനും ചെറുപ്പത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിക്ക് ലോങ് ഹെയർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ അല്ലെങ്കിൽ ഒരു ബിസി ലൈഫിൽ നമുക്ക് അങ്ങനെ താളി നരച്ച് തേക്കാൻ പറ്റത്തില്ല അല്ലേ. കാരണം നമ്മൾ പണ്ട് താളി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ 12 നാച്ചുറൽ ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മളത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു ബിസി ലൈഫിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാനും അതൊക്കെ നമ്മൾ അതിനൊന്നും ഈ 12 നാച്ചുറൽ ഹെർബ്സ് കളക്ട് ചെയ്തിട്ട് അതൊക്കെ അരച്ച് തേക്കാൻ നമ്മൾ എന്തായാലും മെനക്കെടുത്തില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ മാമാർത്ത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഗെയിം ചേഞ്ചർ പ്രൊഡക്റ്റ് ഗൈസ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളുടെ റെഡിമെയ്ഡ് താളിയാണ്. നമ്മുടെ മാമാർത്തിന്റെ കേരള താളി ക്ലെൻസിങ് ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ 12 നാച്ചുറൽ ഹെർബ്സ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ അമ്മമാരൊക്കെ പണ്ട് നമുക്ക് അരച്ച് തേച്ച് തരില്ല. അതേ ഒരു ഇത് നമുക്ക് ഒരു പണിയും കൂടാതെ നമ്മളെല്ലാവരും മടിച്ചുകളാണ് ഒബ്വിയസ്ലി. അപ്പൊ നമുക്ക് മടിയൊന്നും കൂടാതെ ഇത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നത് നമുക്കിത് ഡയറക്റ്റ് നമുക്കിത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ താളി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മാമാർത്തിൻ്റെ ഒരു താളി ഓയിലുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ബിഫോർ താളി. ഈ ഒരു മാമാർത്തിൻ്റെ താളി ഹെയർ മാസ്ക് യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിക്ക് ആൻഡ് ലോങ് ഹെയർ കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് അപ്രൂവ്ഡ് ബൈ മോംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ അതേ ഒരു റെസിപ്പി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈൻ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹെർബ്സിനെ പറ്റിയിട്ട് ഒരു പേടി വേണ്ട. ബിക്കോസ് ഈ ഒരു താളി ഉണ്ടാക്കിയിരിക്കുന്നത് 12 ഹെർബ്സ് ലൈക്ക് ഹിബിസ്കസ്, അലോവേറ, കറി ലീവ്സ് ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് 100% നാച്ചുറൽ ഹെർബ്സ് ആണ്. അതേപോലെ തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡും കൂടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കാൽപ്പിലും അതേപോലെ എൻ്റെ ഹെയറിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുത്തു. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇവിടെ വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ തന്നെ കേരള താളി ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മളുടെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാമാർത്തിൻ്റെ തന്നെ കേരള താളി കണ്ടീഷണർ ആണ്. അതും വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇപ്പം എൻ്റെ ഹെയർ ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിന്നായ പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, എന്റെ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ മുടി നോക്കി ഗൈസ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഐ എം ലവിങ് ദിസ് ഗൈസ്. അപ്പോൾ ഈ ഒരു താളി എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ബിസി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അടിപൊളി. കാരണം നമുക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് താളിയൊക്കെ അരച്ചിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളിപ്പോൾ മാസത്തിലൊരിക്കൽ വീക്കെൻഡ്സിലൊക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് മടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മാമാർത്തിന്റെ കേരള താളി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടും ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ 5 മിനിറ്റ്സ് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം.
എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് തോന്നി. ആൻഡ് ഈ ഒരു കോംബോ മൊത്തത്തിൽ മേടിക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മാമാത്തിന്റെ സൈറ്റിലും ആപ്പിലും ഇത് അവൈലബിൾ ആണ്. ആൻഡ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. നിയർ ബൈ സ്റ്റോഴ്സിലും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ടു കമന്റ് ബിലോ ഗൈസ്. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡായ ഉണ്ണി 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാമാത്തിന്റെ സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും 20% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഞാനിപ്പം എപ്പോഴും പറയണ പോലെ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് മാമാത്തിന്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ആ നമ്മളുടെ ഓരോ ഫീഡ്ബാക്കും റെസ്പോൺസും അവർ മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രൊഡക്ട്സ് റീസേർച്ച് ഒക്കെ ചെയ്തിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഫീഡ്ബാക്ക് അത്രയും അവരിന് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ബൈ. ഹലോ ഗൈസ്, അപ്പോ ഹായ് ഹായ് എടാ എന്റെ പാർട്ണർ എന്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് പാർട്ട്ണർ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും പറഞ്ഞു എന്നോട് എല്ലാരും കുഴപ്പമില്ലാന്നാ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ പൂക്കളം പോയി കാണാം കേട്ടോ. പൂക്കളം ഞാനൊന്നും കണ്ടിട്ടില്ല, കാരണം ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളി പൂക്കളം ഉണ്ട്. ലെറ്റ്സ് സീ ഗൈസ്. പൂക്കളത്തിന്റെ റിസൾട്ട് നോക്കാൻ വേണ്ടി ടീച്ചേഴ്സ് വന്നിരിക്കുകയാണ്. ഐ വിൽ ഷോ മൈ പൂക്കളം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അച്ചു ഉറി അടിച്ചു കഴിഞ്ഞു. അച്ചുവിന് ഉറി അടി കഴിഞ്ഞു. ഞാൻ ഉറി അടിക്കാൻ പോവാം. പറഞ്ഞു തരണം കേട്ടോ കറക്റ്റായിട്ട്. ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ സൗണ്ട് മാത്രം കേട്ടാൽ മതി. ഞാൻ പറയും ലെഫ്റ്റ് റൈറ്റ് എന്ന്. പിന്നെ അതേപോലെ അതിൻ്റെ അടിയിൽ കാണാൻ കിട്ടുന്നത് അത് നോക്കിയാൽ മതി. അടിയത്തെ കണ്ണു മനസ്സിലായി. നീ കെട്ടിത്തരും എനിക്ക്. അച്ചു പറഞ്ഞിട്ട് അച്ചു കെട്ടിത്തരുവാണെങ്കിൽ ഞാൻ കെട്ടിത്തില്ല. അത് കെട്ടിട്ട് നിന്നെ മുന്നിലേക്ക് കണ്ട് കിടക്കുക. അതെ അല്ലേ? തല അറിഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ ജിമ്മിൽ ഉറി അടിച്ചിട്ടുണ്ട്. അത് 8 നില പൊട്ടി. അതുകൊണ്ട് ഇതെങ്കിലും കിട്ടണം എന്നൊരു ആഗ്രഹം. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ അടിക്കുന്ന നേരത്തിനും അവിടെയാണ് ആൾക്കാർ ഇതിന്റെ കയറ് പിടിക്കുന്നത്. അത് നമ്മൾ അടിക്കാന്ന് അറിയുമ്പോഴത്തേനും ഇട്ടിങ്ങനെ ആട്ടുവാണ് ഗൈസ്. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ആകെപ്പെട്ട അടിയും ബഹളാണ് ഗൈസ്. കാരണം നമ്മുടെ അസോസിയേഷൻ HRM ആണ് ഇപ്പൊ ലീഡിങ്ങിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ആർ സോ ഹാപ്പി ഗൈസ്. വി ആർ സോ ഹാപ്പി. ആൻഡ് ഒട്ടുമിക്ക നമ്മളുടെ മിസ്സാണ്, അനുഷ മിസ്സാണ് നമ്മളുടെ അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ടീച്ചർ HRM എന്ന് തന്നെ പറയുമ്പോൾ വേറെ ടീച്ചേഴ്സിന് ഡൗട്ട്. ബിക്കോസ് എന്താണ്, നമ്മളാണ് എല്ലാം വിൻ ചെയ്തിട്ടുള്ളത് അല്ലേ? അവിടെ പഞ്ചുഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഒരു ബഹളാണ്. പഞ്ചഗുസ്തിക്ക് ഗേൾസിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാനാണ് പോണത്. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണ്. ഞാൻ ജിമ്മിന് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് എന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഷായന എങ്ങനെയുണ്ട് പ്രശ്നത്തോളം? സെക്സി ഗൈസ്, നമ്മളാണിപ്പോ ഫസ്റ്റ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ലീഡിങ്ങിൽ നമ്മൾ അങ്ങോട്ട് പോയി. ഇതിന്റെ തലേക്ക് അവളുടെ തലേന്ന് തൊട്ടൊന്നും പൊളിയല്ല, വെന്തു. ഞാൻ വെയിലത്തൊന്നും മാറി നിൽക്കട്ടെ. പഞ്ചുസ്തിക്ക് എന്നെ ക്ലാസ്സിനുള്ള ടീച്ചർ ചെയ്ത് നിൽക്കുന്നത് ഞാനാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താവുന്നു. സോ ലെറ്റ്സ് ട്രൈ. അങ്ങനെ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ജയിച്ച പോലെ ഫൈനൽ ജയിച്ച ആൾക്കാരെ വെച്ച് ചെയ്യണം. കിട്ടോ? ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് പൊരുതി നേടി നമുക്ക് ഇത്രയും സ്കോർ ഉണ്ടാക്കി അത് കാണാനില്ല. രാവിലെ തന്നെ നമ്മുടെ ആള് റെഡി ആയിട്ടുണ്ട്. അയ്യോ കുഞ്ഞാവിടെ കുടുക്ക കിടന്നോ? രാവിലെ തന്നെ ആള് സീനാണ് കേട്ടോ. നല്ല കുഞ്ഞാവോള് വീട്ടിലുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു രസമാണല്ലോ. കാരണം ഇപ്പൊ 7th month ആണ് കുഞ്ഞാവിക്ക്. ഞങ്ങൾ ഉരുട്ടുന്നുണ്ട് കേട്ടോ. അതിനെ ചിരിക്കാൻ ആള് മിടുക്കനാ.
പിന്നെ വാവി അവനായിട്ട് ഭയങ്കര കമ്പനി ആട്ടോ. എന്താ വെച്ചാൽ വാവിക്ക് പൊതുവെ കുട്ടോളിനില്ലേ ഇങ്ങനെ മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കഴിവ്. വാവിക്ക് പൊതുവെ കുട്ടോളിനില്ലേ ഇങ്ങനെ കളിപ്പിക്കാനായിട്ട് നല്ലൊരു കഴിവാട്ടോ. നല്ല ഇഷ്ടം അവൾക്ക്. ഓക്കെ കണ്ടോ, ഇന്നലെ തന്നെ ആളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വന്നത് ഹായ് സുഖാണോ? മലയാളം അറിയില്ല കേട്ടോ പാവം. അപ്പൊ എന്തായാലും പോയിട്ട് വാട്ടാ. ബൈ ബൈ. എന്റെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്റെ ചുണ്ടലി ഇരുമ്പി കഴിക്കാണ്. ആ നമ്മുടെ ചുണ്ടലി ഹായ് പറ, ഹായ് പറ, ഹായ് പറയടാ. ഇന്ന് സെലിബ്രേഷൻ ഇല്ലേ? ഇന്നലെ തകർത്തിട്ട് വന്നില്ല. ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയാണ്. ശരി ശരി. ഇപ്പൊ എന്തായാലും ഉണ്ണി പോണ്ട് കേട്ടാ. ആ പോ പോ. കുഞ്ഞോടാ ദുഷ്ടൻ. നോക്കാം കണ്ട കണ്ട ആങ്ങളുടെ പണി കണ്ട കൊണ്ട് ആ പൂവൊക്കെ അവിടെ പൊട്ടിച്ചവൻ അന്ന് കൊല്ലിങ്ങന്ന്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാ അവന് കഥ പോവാ. ബൈ നോക്കി പോയിട്ടോ. വാടാ ഉള്ളു കയറ്, ഉള്ളു കയറ്. നോക്കമ്മ അപ്പൂ നിന്ന് നിന്നെ നീ ഉള്ളു കയറ്. വാ വാ ഉള്ളു കയറ്. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ കോളേജ് ഡേയിലെ സെലിബ്രേഷനിലെ ഡേ 2 ആണ്. ആൻഡ് നമ്മളുടെ 3rd ഇയേഴ്സിന്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. ഷാഹിനെ കണ്ടപ്പോഴാണ് ഞാൻ പക്ഷേ 2nd ഇയേഴ്സിന്റെ കളർ കോമ്പിനേഷനായി ഞാൻ കോസ്റ്റ്യൂം അടിച്ചില്ല കേട്ടോ ഗൈസ്. ഞാൻ കോസ്റ്റ്യൂം ചെയ്തില്ല. അത് ഞാൻ ഇത് സിമ്പിളായിട്ട് ചെയ്തത്. പക്ഷെ ഞാൻ 2nd ഇയേഴ്സിന് മാച്ചായി. വേണ്ട വേണ്ട ഏതടി. പക്ഷെ നമ്മളുടെ കോസ്റ്റ്യൂം രസമൊക്കെ ഉണ്ട്. ഈ സഞ്ജുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സഞ്ജു നോക്കി, സഞ്ജുവിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ ആൾക്കാരും ഓരോ പാറ്റേണിലാട്ടോ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വിരിച്ചിരിക്കണം. ഓരോ ആൾക്കാരും ഓരോ രീതിയിലുമാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഇയേഴ്സിന്റെ ഗേൾസിന്റെ കോസ്റ്റ്യൂം. അതാണ് ബോയ്സിന്റെ കോസ്റ്റ്യൂം. 2nd ഇയേഴ്സിന്റെ കോസ്റ്റ്യൂം. ആൻഡ് ഇത് 2nd ഇയേഴ്സിന്റെ ടൈമാ അല്ലേ? 2nd ഇയേഴ്സിന് അലോ ചെയ്തിരിക്കുന്ന ടൈമാണ്. ലാസ്റ്റാണ് നമ്മുടെ എൻട്രി. എന്താണ് ഞാൻ മാത്രം വേറെ കോസ്റ്റ്യൂമില് എന്തോ മുഖം മാറാത്തോണ്ട് കുഴപ്പമില്ല. നീ എന്നെ ഷൈന നീ അത് ചെയ്യോ? എന്നെ ചെയ്യോ? ഞാൻ ഉരുട്ടി വിടുന്ന അഴിക്ക്. അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എത്തുക എത്ര? അവിടുന്ന് ഉരുളിട്ട് ഇവിടെ എത്തുക എത്ര? നടിയുണ്ടാവോ? അതല്ലേ, ചെക്കന്മാരില്ലാത്തോണ്ട് ഗേൾസ് തമ്മിൽ അടി ഉണ്ടാവുന്നാണ് തോന്നുന്നത്. ഹാപ്പി ആണോ? അതിനെ കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മളുടെ 3rd ഇയേഴ്സിൻ്റെയാണ്. നമ്മളെ ചെണ്ടകൊട്ടുന്ന ചേട്ടന്മാർ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ അച്ഛൻ എല്ലാവരും ഉണ്ട്. നല്ല വെയിലാണ് സഹിക്കാൻ വയ്യാത്ത. വേറെ എന്തും സഹിക്കുന്നു. കണ്ടിട്ടേ ഇല്ല. ഡാ ഷിബിളി ഹായ്. ഇല്ലടാ ഞാൻ എടുത്തില്ല. ഞാൻ യുണീക്ക് അല്ലേ. മാവേലി എവിടെ? ഞാൻ മാവേലിനെ കാണിക്കാം. ഹായ് ഗൈസ്. യോ ഹായ് ഹായ്.
ഹായ് ഹായ് ജീഷ ഒരു ഹായ് പറ ഹായ് ബാക്കൊന്ന് തോണ്ടിട്ടൊക്കെ വിളിച്ചിട്ടേ ഉണ്ണിവാവ വ്ളോഗ്സ് നീ പെണ്ണല്ലേ ഓക്കെ ഉരുക്കുന്ന ഗൈസ് ഞാൻ ഉരുക്കുന്ന ഗൈസ് ഇന്നലെയൊക്കെ വെയിൽ കൊള്ളാണ്ട് അയ്യേ എന്താ എനിക്ക് ഷാള് പിടിച്ചു തരാണ് അവള് ഞാൻ ഉരുകാതിരിക്കാൻ വേണ്ടി സച്ച് എ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ഐ ഹാവ് സച്ച് എ സ്വീറ്റ് സോൾസ് ഗൈസ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി നിന്നൊരു വികൃതമായിട്ടുണ്ടാവും ബിക്കോസ് ദിസ് ഗൈസ് ആർ സോ ബ്യൂട്ടിഫുൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കൂക്കുവിളിയാണ് ഗൈസ് എന്താ നമ്മുടെ മാവേലി യെസ്
ഓക്കെ ഗൈസ്, ഇത് നമ്മളുടെ ടീച്ചേഴ്സാണ്, ഇത് നമ്മളുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എല്ലാവരും കൂടെ സദ്യ കഴിക്കുക. ഓൾറെഡി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, സദ്യയാണ്. അപ്പോൾ ഷൈന അവർ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട് അല്ലേ? മീറ്റു. എന്താണ് കൂടുതൽ സദ്യയിൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? എനിക്ക് എന്താ ചോദിക്കും? പാലട പായസം. എനിക്ക് പാലട പായസം നല്ല ഇഷ്ടമാണ്. സദ്യയിൽ വെച്ചിട്ട് പപ്പടം കൂട്ടിയിട്ട് പൊടിച്ച് കഴിക്കും. ഞങ്ങൾക്ക് പായസം കൊടുത്തന്നോ ഗൈസ്? എടാ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് നമ്മളുടെ ഓണസദ്യ. ഹായ് ഗൈസ്, ഹൗ ഇസ് ഇറ്റ്? എന്തൊക്കെയുണ്ട് സദ്യയിലെ വിഭവങ്ങള്? പുളിയഞ്ചി, അച്ചാറ്, ഉപ്പേരി. ഇനി കുറച്ച് വരാനുണ്ട്. എന്തെങ്കിലും കാട്ട്. ടയേർഡ്? നല്ല ടയേർഡാണ്. ഒരു ഉറങ്ങിയില്ലേ നീ? അവിടെ കൊട്ടും പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പോവാണ്, ഞാൻ വീട്ടിലേക്ക് പോവാണ്. അവിടെ കൊച്ചൊക്കെ ഇല്ലേ? ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് കുഞ്ഞാവയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചൊക്കെ ഇല്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോവാന്ന്. പിന്നെ ഞാൻ ഭയങ്കര ടയേർഡാണ്. ഇനി എന്താ ഒരു വെയിലത്ത് ഗ്രൗണ്ടിൽ പോയിട്ട് തുള്ളാണ്. എനിക്ക് വയ്യാണ്ടായി. ഇനി പോയി തുള്ളല്ലേ നീ? ഇനി ഈ ഡ്രസ്സിൻ്റെ കളർ നമുക്ക് മാച്ച് ആയിരുന്നില്ല കേട്ടോ, നമ്മളെ ഗേൾസിൻ്റെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിരുന്നില്ല. പക്ഷെ ഇനി ഇവർ തുള്ളി ഇതിനൊക്കെ വെള്ളമായി നമ്മളുടെ സെയിം ഔട്ട്ഫിറ്റിൻ്റെ കളറാവും. ഓൾ ദി ബെസ്റ്റ്. പോയി മെൽറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ പോയി ഉരുകി വാ. ഹലോ ഗൈസ്, അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി വിക്കിയേട്ടനും പ്രേച്ചിയും തക്കോടും വന്നു. ഭയങ്കര ഇപ്പോഴും ഓണം പരിപാടി അവിടെ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശിങ്കാരിമേല കൊട്ടലില്ലേ, അതൊക്കെ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് നല്ല വെയിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വയ്യത്രയും നേരം തുള്ളി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും വീട്ടിൽ പോവാന്ന്. കാരണം ഇന്നലെ എനിക്ക് ആകെപ്പാടെ തലയൊക്കെ വേദനിച്ച് വയ്യാണ്ടായി. ഏട്ടൻ കുളിച്ചിട്ടില്ലല്ലോ? ഇല്ല. അയ്യേ, കുളിച്ചൂടെ രാവിലെ നീച്ചിട്ട്? ഓക്കെ, അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ബൈ. പറഞ്ഞപ്പോ കുളിച്ചോന്ന് ചോദിച്ചില്ലേ? നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെന്തിനാ? കുളിപ്പിക്കാനല്ല, എണ്ണ വെച്ച് മസാജ് ചെയ്തെന്ന് പറഞ്ഞാൽ കുളിക്കില്ലേ? അതാണ് ഗൈസ്, ഞാനാണ് അവിടെ മസാജർ. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട കേട്ടാ, വേണ്ട കുടുംബത്തിലെ അത് മതി. ഞാനവിടെ ഇങ്ങനെ കിടക്കാം, നല്ല ഈസിയിൽ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ നല്ലൊരു ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ച് മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തൊരു ഒന്ന് മേല് കഴിക്കാൽ എനിക്കിപ്പോ സമാധാനമാവും. വീട്ടില് പോയിട്ട് ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് ഗൈസ്, അവളെ എന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. തക്കടു ഇവിടെ നോക്കടി, മാമ തരുന്ന വാങ്ങിക്കുന്ന. അവളെന്ത് പാവം ചെയ്ത് തരില്ലിട്ട് നമുക്ക് തരില്ല. ഓണം പ്രമാണിച്ച് നല്ല ട്രാഫിക് ഗൈസ്.
ജയേട്ടൻ പറഞ്ഞത് എന്താണ് വീഡിയോ റൂട്ട് 1 വേ ആക്കി ഇറക്കുന്നൊക്കെ. അത് അവിടെ ലക്ഷ്മി തിയേറ്ററിന്റെ അവിടെ ബ്ലോക്ക് ആയിരുന്നു. വേറെ വഴിയില്ലേ നമുക്ക്? ഇത് ഡയറക്റ്റ് പോണ വഴിയാ. ലിപ്സ്റ്റിക് ഇട്ടാലേ ഇത് പിടിക്കും, ചുണ്ട് നേരെ പിടിക്കും. അവള് ഉറങ്ങില്ലേ, സാധാരണ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. ഞങ്ങള് 3 കരുത്തി ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. കുളിക്കാത്ത ആൾക്ക് ഒന്ന് ബൂസ്റ്റപ്പ്, എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് കരുത്തി ജ്യൂസ് മേടിക്കുകയാണ്. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉത്രാട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉത്രാട ദിവസം രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ എനിക്ക് വയ്യാണ്ടായി ഗൈസ് ഞാൻ ഉത്രാടായിട്ട് കാണിച്ചു കേട്ടോ. ഉത്രാടായിട്ട് വയ്യാണ്ട് ഗൈസ് ട്രിപ്പ് ഇട്ട് കിടക്കുവാണ് ഹോസ്പിറ്റലിൽ. PK ദാസ് ഏട്ടനാണ് എൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. ഹായ്.